എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ LBSും അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ LBSനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. LBS അലോട്ട്മെന്റ്സിന്റെ മാർക്ക് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് അത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. സോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് കേരളത്തിലെ നഴ്സിംഗ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ സ്ട്രീമിൽ വരുന്ന 14ഓളം കോഴ്സുകൾ ഉണ്ട്. അപ്പൊ ഈ കോഴ്സുകളെല്ലാം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ LBS എന്ന് പറയുന്ന അലോട്ട്മെന്റ്സ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നിങ്ങളുടെ +2ന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മെറിറ്റ് സീറ്റിലേക്ക് മാത്രമുള്ള അലോട്ട്മെന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പൊതുവെ മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ടാവും. അതായത് ഞാൻ പറയുന്നത് LBS അലോട്ട്മെന്റ് മെറിറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള അലോട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികൾക്കായിരിക്കും അഡ്മിഷൻസ് ലഭിക്കുക, അത് ഷുവർ ആണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ആരുടെയും മാർക്ക് എങ്ങനെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ +1ന്റെ മാർക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ +2ൽ നിങ്ങൾ എത്രയാണോ പ്രതീക്ഷിക്കുന്നത്, അപ്പോൾ അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്കൊരു ഇൻഡെക്സ് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏകദേശം നിങ്ങൾക്ക് ഒരു കട്ട് ഓഫ് ഒക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം കേരളത്തിൽ അഡ്മിഷൻസ് എടുക്കണോ. ഇനി കുറെ കുട്ടികൾ കേരളത്തിന് പുറത്ത് എങ്ങനെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിന് പുറത്തും നമ്മൾ അഡ്മിഷൻസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക കോളേജുകളിലൊക്കെ ഈ ഏജൻസി ത്രൂ ഒക്കെയാണ് അഡ്മിഷൻസ് എടുക്കുന്നത്. ഡയറക്റ്റ് അഡ്മിഷൻസ് അവിടെ വളരെ കുറവാണ്. നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ, ഗവൺമെന്റ് കോളേജിൽ വരെ ഏജൻസി വഴിയൊക്കെയാണ് കുട്ടികൾക്ക് അഡ്മിഷൻസ് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഫസ്റ്റ് നിങ്ങളോട് എനിക്കൊരു അവയർനെസ് ആയിട്ട് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ നിങ്ങളെങ്ങനെ വിളിച്ച് ഇന്ന കോളേജിൽ ഇന്ന അഡ്മിഷൻസ് എടുക്കാം, അല്ലെ ഇന്ന കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സാലറിയിൽ വർക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും ചിന്തിക്കാതെ ഒരു എന്താ പറയാ പ്രോപ്പറായിട്ട് നിങ്ങളൊരു ഇൻഫോർമേഷനും നിങ്ങൾക്ക് ലഭിക്കാതെ ഒരു കോഴ്സിൽ ഓടി ചെന്നിട്ട് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കരുത്. കോഴ്സ് എന്താണ്, കോഴ്സിന്റെ ഡീറ്റെയിൽസ് എന്താണ്, അല്ലെങ്കിൽ കോളേജ് എങ്ങനെയാണ്, അതിന് അഫിലിയേഷൻ ഉണ്ടോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പൊ LBS എന്ന് പറയുന്നത് കേരളത്തിൽ നടക്കുന്ന മെറിറ്റ് സീറ്റിലേക്ക്, നഴ്സിംഗ് ആണെങ്കിലും പാരാമെഡിക്കലിലും മെറിറ്റ് സീറ്റിലേക്ക് വരുന്ന അലോട്ട്മെന്റ് ആണ്. ഇതിൽ ഡൊണേഷനും കാര്യങ്ങളും ഒന്നുമില്ല. സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് 1000 രൂപ മാത്രമാണ് നഴ്സിംഗിനാണെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിനാണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വർഷം 1000 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പാരാമെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ ഗവൺമെന്റ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അലോട്ട്മെന്റ് നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്, ഒരുപാട് ബെനിഫിറ്റ്സ്, ഒരുപാട് റിസർവേഷൻ കാറ്റഗറിയിൽ ബെനിഫിറ്റ്സ് വരുന്ന ഒരു അലോട്ട്മെന്റ് ആണ് LBS. ഈ ഒരു അലോട്ട്മെന്റ് വരുന്നതിന്റെ മുന്നോടിയായിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കരുതി വെക്കേണ്ടതുണ്ട്. അപ്പൊ റിസർവേഷൻ കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ, നിങ്ങൾക്ക് ഒരു അക്ഷയ വഴിയാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അക്ഷയ വഴി തന്നെ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. നമ്മൾ LBSന്റെ അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് പ്രോസ്പെക്ടിനകത്ത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനകത്ത് പ്രോസ്പെക്ടിന്റെ ലിങ്കും തരുന്നുണ്ട്. അപ്പൊ പ്രോസ്പെക്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ അതിനെ കുറിച്ചിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഓരോ അപ്ഡേറ്റ്സും തരുന്നതാണ്. അപ്പൊ ഇത് ഒരുപാട് ലെങ്തി വീഡിയോ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വലിച്ചു നീട്ടുന്നില്ല. സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ +2 അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, NCL, ഇപ്പോൾ OBC വിഭാഗം വരുന്ന കുട്ടികൾ, NCLന്റെ അണ്ടറിൽ വരുന്ന കുട്ടികൾ NCL, നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. നീറ്റൊക്കെ അപ്ലൈ ചെയ്ത കുട്ടികളാണെങ്കിൽ NCLനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. അപ്പൊ നീറ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ള NCL പറ്റില്ല. ഇവിടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള NCL ആണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. SC/ST ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ മൈനോറിറ്റീസ് ഗ്രൂപ്പിൽ, ഇപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി ഗ്രൂപ്പിലൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരുതി വെക്കണം. പിന്നെ അതേപോലെ തന്നെ OEC, സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി, ഇപ്പൊ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതിന് സെപ്പറേറ്റ് ഒരു ബോർഡും കാര്യങ്ങളും ഇവാലുവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. പിന്നെ NSS അതേപോലെ സ്പോർട്സ് കോട്ട വരുന്ന കുട്ടികളുണ്ടല്ലോ, NSS അല്ല, NCC ആണ് കേട്ടോ. NCC സ്പോർട്സ് കോട്ടയിൽ വരുന്ന കുട്ടികൾ ആ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അതിലും നിങ്ങൾക്ക് റിസർവേഷൻസ് വരുന്നുണ്ട്. പിന്നെ ഫിഷർമാൻ, അതായത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക്, അത് ഫിഷർ ബോർഡ്സ് അംഗീകരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള പാരന്റ്സിന്റെ മക്കൾക്ക് സ്പെഷ്യൽ റിസർവേഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതൊക്കെ ഒരു ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അക്ഷയ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നാൽ, ഓൺലൈൻ സെന്റർ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ
ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും എന്താണെന്നുള്ളത് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഒറ്റയ്ക്ക് നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നിങ്ങളൊരു അക്ഷയയിലോ ഓൺലൈൻ സെന്ററിലോ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ള കോഴ്സുകളിൽ അതിന്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. കൂടുതൽ കോഴ്സുകൾ ഏതാണോ അത് വെച്ചിട്ട് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാമിലും ഇതേപോലെ തന്നെ ഇൻഫോർമേഷൻസ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഇൻസ്റ്റ ഐഡിയും നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന്റെ പേജ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഗവൺമെന്റ് തരുന്ന ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ്, ഇത്തരത്തിലുള്ള അലോട്ട്മെന്റ്സ് കാര്യങ്ങളൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകരുത്. നല്ല മാർക്കുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ +2 മാർക്ക് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക കേരളത്തിൽ തുടരണോ കേരളത്തിന് പുറത്ത് പോയി പഠിക്കണോ എന്നുള്ളത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.